ഭക്തജന തിരക്കിലാണ് ശബരിമല. ഇന്ന് പുലർച്ചെ 3 മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെ രാത്രി 10-ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ തീർത്ഥാടകർക്കുള്ള ദർശനം പൂർത്തിയാകും. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനമുള്ളത്. 1 ലക്ഷത്തോളം ഭക്തനാണ് ഇന്നലെ മാത്രം ദർശനത്തിനായി ഭഗവാനെ ദർശിക്കാനായി പുണ്യസന്നിധിയിലേക്ക് എത്തിയത്. എന്തായാലും ഇന്നും അതിന് സമാനമായ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് 10 മണിയോടെയാണ് ഈ ഇന്നത്തെ നെയ്യഭിഷേകം തീർന്നത്. അതോടെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ നെയ്യഭിഷേകം പൂർത്തിയായിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാണ് ഭഗവാന്റെ സന്നിധാനം ഉള്ളത്. മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമേ ഭഗവാനെ ദർശിക്കാനാകൂ. അത്ര വലിയൊരു തിരക്കിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെ രാത്രിയിലൊക്കെ പമ്പയിലൊക്കെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടി നടക്കുക. മണിമണ്ഡപത്തിൽ നിന്നും ഈ ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കുക. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തു. വൈകിട്ട് 8:30 ആയിരിക്കും മണിമണ്ഡപത്തിൽ നിന്നുള്ള ഈ ഒരു എഴുന്നള്ളിപ്പ് പുറപ്പെടുക. അതിനുശേഷം തിരിച്ച് എത്തുന്നതോടെ ഹരിവരാസനം പാടി നടയടയ്ക്കും. നാളെ വൈകുന്നേരമാണ് രാത്രി 10 മണിയോടെ ഹരിവരാസനം പാടി നടയടയ്ക്കും. അടച്ചതിന് ശേഷമാണ് മാളികപ്പുറത്തിന് സമീപം മണിമണ്ഡപത്തിന് മുന്നിൽ ഗുരുതി നടക്കുക. ഈ ഗുരുതി നടക്കുന്നതോടെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിൻ്റെ ചടങ്ങുകളൊക്കെയും പൂർത്തിയാകും. പിന്നീടുള്ളത് 20-ാം തീയതി പുലർച്ചെ ഉള്ളത് രാജപ്രതിനിധിക്ക് മാത്രമാണ് 20-ാം തീയതി പുലർച്ചെ ദർശനത്തിനുള്ള അനുവാദമുള്ളത്. രാജപ്രതിനിധിയും അതോടൊപ്പം തന്നെ പന്തളത്തു നിന്നും എത്തിയ തിരുവാഭരണവും തിരിച്ച് പടിയിറങ്ങുന്നതോടെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് പൂർണ്ണമായുള്ള ഒരു പരിസമാപ്തിയിലേക്ക് എത്തും. എന്തായാലും ഭക്തിസാന്ദ്രമായുള്ള അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചടങ്ങുകൾ മകരവിളക്കിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ശബരിമലയിൽ നടക്കുക. ആ ഒരു പുണ്യത്തിൽ തന്നെയാണ് ശബരിമല സന്നിധാനവും ഇവിടെ എത്തുന്ന ഭക്തരും ഒക്കെ തന്നെ ഉള്ളത്. അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.